സിനിമാ വ്യവസായ രംഗം അല്ലെങ്കിൽ മലയാള സിനിമയിലെ അഭിനയ രംഗം ഇങ്ങനെ ഉഷ്കേരികൾക്ക് കാരണം എന്താണ് എന്നാണ് അവരുടെ ചോദ്യം. അപ്പം എനിക്ക് അവരോട് ഞാൻ സംസാരിക്കാൻ പറ്റില്ല, കാരണം ഞാൻ തിരക്കിലായിരുന്നപ്പോൾ. അപ്പം ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നുള്ളതാണ്. ഒരു കാര്യം ഞാൻ തുടക്കം തന്നെ പറയട്ടെ. എന്നെക്കുറിച്ച് ഞാൻ മലയാള സിനിമയിൽ ഗാനരചയിതാവ് പ്രവേശിച്ചിട്ട് 58 കൊല്ലം കഴിഞ്ഞു. 58 വർഷം. ഞാൻ സംവിധായകൻ നിർമ്മാതാവുമായിട്ട് 50 വർഷം കഴിഞ്ഞു. ഞാൻ നിർമ്മിച്ച് സംവിധാനം ചെയ്ത ചന്ദ്രകാന്തത്തിൻ്റെ 50-ാം വർഷമാണ് 2024. 1974 എൻ്റെ ആദ്യ സിനിമ പുറത്തിറങ്ങുന്നത്. അന്ന് എനിക്ക് വെറും 34 വയസ്സായിരുന്നു പ്രായം. അപ്പം ഇത്രയും കാലം ഞാൻ മലയാള സിനിമയെ സ്നേഹിച്ചതുകൊണ്ട്, മലയാള സിനിമയിൽ നിന്നതുകൊണ്ട് ആധികാരികമായി തന്നെ മലയാള സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് അവകാശമുണ്ട്, അറിവുമുണ്ട്. കന്നഡത്തിൽ ഞാൻ സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ 4 ഭാഷകളെ പ്രതിനിധീകരിക്കുന്ന സൗത്ത് ഇന്ത്യൻ ഫിലിം ഓവർ കോൺഗ്രസ് എന്ന ട്രേഡ് ബോഡിയിൽ 15 വർഷക്കാലം ഞാൻ ഭരണസമിതിയിലുണ്ടായിരുന്നു. അതായത് 35-ാമത്തെ വയസ്സ് മുതൽ ഞാൻ സൗത്ത് ഇന്ത്യൻ ഫിലിം ഓവർ കോൺഗ്രസിൻ്റെ ഭരണസമിതിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് മലയാളം മാത്രമല്ല, തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമകളിലെ പ്രത്യേകതകളും എനിക്കറിയാം. ഒരു കാര്യം തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എല്ലാവരും ചേർന്ന് ഈ മലയാള സിനിമയെ താറടിച്ച് കാണിക്കുമ്പോൾ ഏറ്റവും കുറവ് സ്ത്രീ പീഡനം നടക്കുന്ന ഒരാഴ്ചയാണ്. മറ്റ് 3 തെന്നിന്ത്യൻ ഭാഷകളിൽ നടക്കുന്ന അത്ര തെറ്റുകൾ, സ്ത്രീ പീഡനങ്ങൾ മലയാളത്തിൽ നടക്കുന്നില്ല. ഇതാണ് സത്യം. ഈ സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് വേണം എന്നോട് ചോദ്യം ചോദിക്കാൻ. കാരണം ഞാൻ പറയാം, കന്നഡത്തിൽ ഞാൻ സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. എൻ്റെ ഗാനം എന്ന സിനിമ നായകനായ അംബരീഷിനെ പ്രധാന കഥാപാത്രമാക്കി ഞാൻ ഒരേ രക്തം, മലയാളത്തിൽ പറഞ്ഞാൽ ഒരേ രക്തം എന്ന സിനിമ ഞാൻ കന്നഡത്തിൽ കുറിച്ചിട്ടുണ്ട്. അപ്പോൾ കന്നഡ സിനിമയുടെ സ്വഭാവം ഞാൻ മനസ്സിലാക്കി. എൻ്റെ മകൻ തെലുങ്ക് ഡയറക്ടറായിരുന്നു. അപ്പോൾ തെലുങ്ക് സിനിമയെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം, എൻ്റെ മകനിലൂടെ. മാത്രമല്ല, സൗത്ത് ഇന്ത്യൻ ഫിലിം ഓവർ കോൺഗ്രസിൽ ഉണ്ടായിരുന്ന തെലുങ്ക് നിർമ്മാതാക്കൾ എന്നും തെലുങ്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്നും എനിക്ക് തെലുങ്ക് സിനിമയെക്കുറിച്ച് അറിയാം. അപ്പം അതുകൊണ്ട് മലയാള സിനിമ ദുഷിച്ചുപോയി, അവിടെ സ്ത്രീപീഡനം നടക്കുകയാണ് എന്ന പ്രചരിപ്പിക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, ഉത്തരം പറയാം. ഈ പവർ ഗ്രൂപ്പ് എന്ന പേരിൽ ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ മലയാള സിനിമയിൽ താരാധിപത്യം ഉണ്ടായിരുന്നു, താരാധിപത്യം ഉണ്ടായിരുന്നു തീർച്ചയായും. ഇപ്പോൾ പ്രേംനസീർ, സത്യൻ, മധു എന്നീ 3 നായകന്മാർ സിനിമയിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഞാൻ വരുന്നത്. എൻ്റെ പ്രവേശനം ഞാൻ പ്രവേശിക്കുന്ന കാലത്ത് പ്രേംനസീർ, മധു, സത്യൻ, മധു ഈ 3 പേര് 3 നായകന്മാരേ ഉള്ളൂ. അത് കഴിഞ്ഞ് രാഘവൻ, വിൻസെന്റ്, സുധീർ തുടങ്ങിയവർ പ്രവേശിച്ചു. ഞാൻ കയറി കഴിഞ്ഞാൽ നിർമ്മാതാവ് കഴിഞ്ഞ അവരൊക്കെ വന്നത്. അപ്പൊ ഈ 3 പേരാണ്. അന്ന് വഴി കാസ്റ്റിംഗ് കൗച്ചെന്നും ഇപ്പോൾ പവർ ഗ്രൂപ്പൊന്നും ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, പ്രേംനസീർ, സത്യനും ഒരുമിച്ച് പല പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മിക്കവാർക്കും യാതൊരു എതിർപ്പുമില്ലായിരുന്നു. സത്യന്റെ ഭാഗം കൂടിപ്പോയിട്ട് പ്രേംനസീർ പരാതി പറയില്ല, പ്രേംനസീറിന്റെ ഭാഗം കൂടിപ്പോയിട്ട് സത്യന് പരാതി പറയില്ല. അവർ ഒരുമിച്ച് അഭിനയിക്കുമായിരുന്നു മിക്കവാറും പടങ്ങളിൽ. പക്ഷേ സൂപ്പർ സ്റ്റാർ, മെഗാസ്റ്റാർ എന്ന വിളികളൊന്നും അതുണ്ടായിരുന്നില്ല. സൂപ്പർ സ്റ്റാർ പ്രേംനസീർ, മെഗാസ്റ്റാർ സത്യൻ അങ്ങനെയൊന്നും ഉണ്ടാകുമായിരുന്നു. ഈ വിളികൾ വന്നത് മമ്മൂട്ടി, മോഹൻലാലും വന്നതിന് ശേഷമാണ്. എന്താണ് മലയാള സിനിമയിൽ ഉണ്ടായ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ കാസ്റ്റിംഗ് കൗച്ചിനെ പറയും. കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് എനിക്ക് അറിയില്ല, എനിക്കറിയാത്തതായിരിക്കണം. ഞാൻ എൻ്റെ ഷൂട്ടിംഗ് സ്ഥലം ഒരു ദേവാലയം പോലെ സൂക്ഷിച്ചാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് അർത്ഥം എനിക്ക് മനസ്സിലാവില്ല എന്താ കാസ്റ്റിംഗ് കൗച്ച്. അങ്ങനെ അത്ര അച്ചടക്കം പാലിച്ചതുകൊണ്ട് എൻ്റെ പടത്തിൽ അഭിനയിക്കാത്തവരുണ്ട്. അത്ര അച്ചടക്കം അവർ ഇഷ്ടപ്പെടുന്നില്ല.
ആ അച്ചടക്കം ഞാൻ നിർണയിക്കുന്ന അച്ചടക്കത്തിൽ ഒതുങ്ങി നിൽക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് കക്ഷി തരാത്തവരുണ്ട്. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നില്ല, പവർ ഗ്രൂപ്പ് എന്ന് പേര് എനിക്കറിയില്ല. പക്ഷേ 90-കൾക്ക് മുമ്പുള്ള മലയാള സിനിമ അല്ല 90-കൾക്ക് ശേഷം വന്ന മലയാള സിനിമ. ഈ പുരുഷ മേധാവിത്വം വന്നത് 90-കൾക്ക് ശേഷമാണ്. താരാധിപത്യം വന്നത് 90-കൾക്ക് ശേഷമാണ്. ഇപ്പോ മധു നടൻ, മധുചേട്ടൻ വിളിക്കുന്ന മധു നടൻ, അദ്ദേഹത്തിന്റെ പേരിൽ ഫാൻസ് അസോസിയേഷൻ രൂപീകരിക്കണമെന്ന് പറഞ്ഞിട്ട് അനവധി ആളുകൾ വന്നു. ഒന്നും വേണ്ട, ഒരു അസോസിയേഷൻ വേണ്ട, എനിക്ക് ഫാൻസ് ഉണ്ട്, അവർ മതി, എനിക്ക് അസോസിയേഷൻ വേണ്ടത്. അദ്ദേഹം സമ്മതിച്ചിട്ടില്ല. ഒരു കാരണവശാലും എൻ്റെ പേരിൽ അസോസിയേഷൻ രൂപീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാണ് മതി. അദ്ദേഹം ഒരിക്കലും ഫാൻസ് അസോസിയേഷൻ അതൊരു അപകടമായി മാറുമെന്ന് അറിയാമായിരുന്നു. 90-കൾക്ക് മുമ്പ് എന്താ നടന്നതെന്ന് ചോദിച്ചാൽ, സംവിധായകനും നിർമ്മാതാവും ചേർന്ന് അവരുടെ പടത്തിൽ ആര് നായകനാകണം തീരുമാനിച്ചിരുന്നു. 90 വരെ എൻ്റെ പടത്തിൽ ആര് നായകനാണ് ഞാനത് തീരുമാനിക്കുന്നത്. ഞാനാണ് നിർമ്മാതാവ്, സംവിധായകനും. ഇപ്പൊ നിങ്ങളൊക്കെ എന്നെ പാട്ടെടുത്ത് കേട്ടോ, ഞാൻ 26 പടം നിർമ്മിച്ചാണ്, നിർമ്മാതാവാണ്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പടങ്ങൾ നിർമ്മിച്ച 10 പേര് ഒരാളാണ് ഞാൻ. 27 പടങ്ങളാണ് നിർമ്മിച്ചത്. 42 ഡോക്യുമെന്ററികൾ നിർമ്മിച്ചു. അപ്പൊ ഞാനിപ്പോ സംസാരിക്കുന്നത് നിർമ്മാതാവ് സംവിധാനം നിലയിലാണ്. അപ്പോൾ നസീർ സാറ് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു ആവശ്യം പറയാറില്ല. അപ്പൊ എൻ്റെ കാലത്ത്, ഞാൻ പ്രവേശിക്കുന്ന കാലത്ത്, ഞാൻ നിർമ്മാതാവാകുന്ന കാലത്ത് ഞങ്ങൾ നിർമ്മാതാക്കളും സംവിധായകരുമാണ് ഞങ്ങളുടെ സിനിമയിൽ ആര് അഭിനയിക്കണം തീരുമാനിച്ചത്. കഥ എന്താണെന്ന് തീരുമാനിച്ചത് ഞങ്ങളാണ്. പക്ഷേ 90-ന് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒരു ചെറിയ കാലഘട്ടത്തിൽ സുരേഷ് ഗോപിയും സൂപ്പർ താരം, മെഗാതാരം എന്നൊക്കെ സ്വയം പേരുകൾ സ്വീകരിച്ച് നിന്ന കാലത്ത് കഥ മാറി. എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഞങ്ങളെ സംവിധാനം ചെയ്യേണ്ട ആരായിരിക്കണം എന്ന് അവർ തീരുമാനിച്ചു. ഞങ്ങളുടെ നടികടന്മാരെ തെരഞ്ഞെടുത്തു. പക്ഷെ ഇവർ താരങ്ങളായപ്പോൾ അവരെ ആര് സംവിധാനം അവർ തീരുമാനിച്ചു. അപ്പോഴാണ് താരമേധാവിത്വം വന്നത്. അതിനെ വേണമെങ്കിൽ പവർ ഗ്രൂപ്പ് എന്ന് വിളിക്കാം. കാരണം മോഹൻലാലിന് ഇഷ്ടപ്പെടുന്ന കഥ എഴുതുകാരൻ, മോഹൻലാൽ പറയുന്ന പോലെ ഷോട്ട് എടുക്കുന്ന സംവിധായകൻ, പിന്നെ എന്നെപ്പോലൊരു സംവിധായകൻ പറഞ്ഞാൽ ബഹുമാനിക്കണം. കാരണം എൻ്റെ പ്രായത്തെ ബഹുമാനിക്കണം, എൻ്റെ പാരമ്പര്യത്തെ ബഹുമാനിക്കണം. പക്ഷെ അവർ സംവിധാനം സൃഷ്ടിക്കാൻ തുടങ്ങി. രണ്ട് കഥ ഒരു എഴുത്താൻ പോയി പറഞ്ഞാൽ, ഒരു കാര്യം ചെയ്യണം, നിനക്ക് ഈ കഥ നമുക്ക് ജോഷിക്ക് കൊടുക്കാം, ഈ കഥ നമുക്ക് വേറൊരു ഡയറക്ടർ കൊടുക്കാം, അയച്ചു കൊടുക്കാം എന്ന് തീരുമാനിക്കുന്ന നടനായി. കഥ കേൾക്കുന്ന നടനാണ്. ഇന്നിപ്പോ നമുക്ക് സിനിമ ഇന്നത്തെ കാര്യം പറയും. ഇന്നിപ്പോ ഈ പവർ ഗ്രൂപ്പ് തകർന്നിരിക്കുന്ന സമയമാണ്. കാരണം ബുദ്ധിമാനായ മമ്മൂട്ടി, ബുദ്ധിമാനും അഭിഭാഷകനുമായ മമ്മൂട്ടി, ക്രിമിനൽ നിയമങ്ങൾ അറിയാവുന്ന മമ്മൂട്ടി ഇപ്പൊ സ്വന്തമായി പണം പിടിക്കാൻ തുടങ്ങി. കാരണം അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം സ്വന്തമായി പ്രൊഡക്ഷൻ തുടങ്ങി. കാരണം കാലം മാറിയതിന് മനസ്സിലായി. പുതിയ നടികന്മാർ വന്നു, അനായാസം അഭിനയിക്കുന്ന ചെറുപ്പക്കാർ വന്നു, ധാരാളം ചെറുപ്പക്കാർ. പിന്നെ നമ്മുടെ ഒരു നായക പരിവേഷത്തെ കുറിച്ചുള്ള കൺസെപ്റ്റ് മാറി. പ്രേംനസീറിനെ പോലെ സുന്ദരനായ ഒരാൾ നായകനാവണമെന്ന് ഇപ്പോഴത്തെ തലമുറ വിചാരിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്ന് കാലം മാറി. അതുകൊണ്ട് പവർ ഗ്രൂപ്പ് തകർന്നു എന്ന് പറയാം. അപ്പോൾ പവർ ഗ്രൂപ്പ് തകർന്നതുകൊണ്ടാണ് മമ്മൂട്ടി സ്വന്തമായി പ്രൊഡക്ഷൻ തുടങ്ങിയത്. മോഹൻലാലിൻ്റെ ഏറെക്കുറെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ പവർ ഗ്രൂപ്പ് തുടങ്ങുന്നതെന്ന് ഇവർ സിനിമ നിർമ്മിക്കാനും അവർ പഴയ നിർമ്മാതാക്കളെ മുഴുവനും പുറത്താക്കും. ഉദാഹരണമായി ജയമാരുതി പ്രൊഡക്ഷൻസ്, ടി വാസുദേവൻ,
ഒന്നാം തരം സിനിമകൾ നിർമ്മിച്ച യക്ഷി, അരനാഴികേരം, അനുഭവങ്ങൾ വായിച്ചത് തുടങ്ങിയ അത്യുജ്വല സിനിമകൾ നിർമ്മിച്ച മഞ്ജുരാജ് ജോസഫിനെ പുറത്താക്കി എന്ന് പറഞ്ഞാൽ അവർക്ക് കാശി കൊടുത്തത്. അതാണ് KP കൊട്ടാരക്കര ഗണേഷ് പ്രൊഡക്ഷൻസ് എല്ലാ ദിവസവും എല്ലാ വർഷവും 2 പടം എടുക്കുന്ന KP കൊട്ടാരക്കര എഴുത്തുകാരൻ കൂടിയാണ്. അദ്ദേഹത്തിന് കാശി കൊടുത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഈ മോഹൻലാലും മമ്മൂട്ടി ചേർന്ന് സൃഷ്ടിച്ച ഗ്രൂപ്പിൽ പോലെ ഏറ്റവും ആദ്യ വ്യക്തി ഞാനാണ്. എനിക്ക് കാശിട്ടതല്ല. കാരണം സംവിധാനം കഴിഞ്ഞോട് നടന്ന് ഞാൻ പ്രഖ്യാപിക്കുന്ന ആളാണ്. സംവിധാനം കഴിഞ്ഞിട്ട് ആളുള്ളൂ. ഇതാദ്യം മുതലേ പറയുന്ന ആളാണ് ഞാൻ എന്നതുകൊണ്ട് ആദ്യമായിട്ട് അവർ ഒതുക്കിയത് തന്നെയാണ്. അതായത് ഈ പവർ ഗ്രൂപ്പിന്റെ തുടക്കം മമ്മൂട്ടി മോഹൻലാൽ നായകന്മാരായി വന്നപ്പോൾ അവരാദ്യമായിട്ട് എന്നെയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ തമ്പി സാർ ആളാകും, തമ്പി സാർ ഡയറക്ടർ വരുമെന്ന് പറയും. നമ്മളവരൊന്നും അങ്ങനെ സമ്മതിക്കില്ല. അങ്ങനെ എനിക്കവർ കാശി തരാതായി. അതുവരെ അതാ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. മുന്നേറ്റം എന്ന സിനിമയാണ് മമ്മൂട്ടി നായകനായ ഒരു ജാതീയത. മുന്നേറ്റം അന്ന് നായകനായിരുന്ന രതീഷിനെ ഞാൻ വില്ലനായി. എന്നിട്ട് അത്ര ഒന്നും അറിയപ്പെടാത്ത മമ്മൂട്ടിയെ ഞാൻ നായകനാക്കി. മുന്നേറ്റത്തിൽ സുബ്രഹ്മണ്യ കുമാറായിരുന്നു അതിൻ്റെ നിർമ്മാതാവ്. അന്നത്തെ മമ്മൂട്ടിയെ പിന്നീട് എനിക്ക് ഒരിക്കലും കാണാൻ സാധിച്ചിട്ടില്ല. അത്രയും വിനീതനായ മമ്മൂട്ടിയെ പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. മുന്നേറ്റത്തോടി ആ മമ്മൂട്ടി പോയി. 4 വർഷങ്ങൾക്ക് ശേഷം ഞാൻ വിളിച്ചു വിളികെട്ടു എന്ന സിനിമ മമ്മൂട്ടി നായകനാക്കി നിർമ്മിച്ചു. അപ്പോൾ മമ്മൂട്ടി നായകനായി അഭിനയിച്ച ആദ്യ ചിത്രമായ മുന്നേറ്റത്തിന്റെ ക്യാമറമായ ധനഞ്ജയനെ തന്നെ ഞാൻ ക്യാമറമാനായിട്ട് വെച്ചു. കാരണം ധനഞ്ജയൻ ശരിക്കും ഒരു ചെറിയ തുടക്കമാണ്. കാര്യം ഞാനിപ്പോഴും അങ്ങനെയാണ്. ഞാൻ മറ്റുള്ള പ്രോത്സാഹിപ്പിക്കാനുള്ളത്. ഇപ്പം ജഗദീഷ് കുമാറിനെ കൊണ്ടുവന്നാണ് സിനിമയിൽ അവതരിപ്പിച്ചത്. ഇപ്പോൾ വണിയപ്പെട്ട് ഇപ്പം തന്നെ ആരോടും ശരിക്കും വണിയപ്പെട്ട് രാജുവിനെ കൊണ്ടുവന്നതാണ് സിനിമയിൽ. ഞാൻ പെണ്ണുങ്ങളെ അധികം കൊണ്ടുവന്നിട്ടില്ല, പുരുഷന്മാരെ കൊണ്ടുവന്നു കൂടുതൽ. ഞാൻ മലയാള സിനിമയിൽ കൊണ്ടുവന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഉർവശി. ഇപ്പോഴും അവർക്ക് 10 വയസ്സുള്ളപ്പോൾ ഉർവശിക്ക് 10 വീട്ടിൽ പെടുകൊടുന്നാണ് വിളിക്കുന്നത്. കതിർമണ്ഡപം എന്ന സിനിമയ്ക്ക് കഥയും തിരക്കഥയും സംഭാഷണവും ഗാനങ്ങളും എഴുതിയപ്പോൾ അത് പ്രേംസുരും മധു നായകന്മാരാണ് എഴുതിയപ്പോൾ അതൊരു നായിക ജയഭാരതിയാണ്. ജയഭാരതി ബാല്യം ഒരിക്കാൻ ഒരു കുട്ടി വേണം. അപ്പോൾ ചവറ VP നായരും ഭാര്യ വിജയലക്ഷ്മിയും 3 പെൺകുട്ടികളുമായി മദ്രാസിൽ വന്നിട്ടുണ്ടെന്നും അവർ അഭിനയിക്കാൻ ചാൻസ് തേടുന്നു അറിഞ്ഞപ്പോൾ ഞാൻ അവരെ കണ്ടതൊന്നുമില്ല. പക്ഷെ ഈ കതിർമണ്ഡപം ഡയറക്ടർ KP പിള്ള എന്ന് പറയുന്നത് അദ്ദേഹം സംവിധാനത്തിൽ അത്ര വലിയ പക്വതയുള്ള ആളൊന്നുമല്ല. അദ്ദേഹം എന്നെ ഒരു തിരക്കഥ എഴുതിക്കുന്നത് ഞാൻ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കും. അതുകൊണ്ടാണ് ഷോർട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്ക്രിപ്റ്റിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് അദ്ദേഹം എന്നെ കൊണ്ട് എഴുതിക്കും. അപ്പോൾ കതിർമണ്ഡപം വളരെ നല്ല പാട്ടുകളുള്ള ഒരു സിനിമയാണ്. ആ കതിർമണ്ഡപത്തിൽ ജയഭാരതിയുടെ ബാല്യം അഭിനയിക്കാൻ കുട്ടി വളർന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചവറ VP നായരുടെ 3 പെൺകുട്ടികളുണ്ട്, നിങ്ങൾ പോയി കാണും. 10 വയസ്സുള്ള പ്രായം നമ്മുടെ ഈ കഥാപാത്രത്തിന്റെ പ്രായത്തിൽ പറ്റിയൊരു കൂട്ടുകാരൻ. അവർ 2 അഭിനയിക്കുന്നവരാണ്. ചവറ VP നായരും നടനാണ്, വിജയലക്ഷ്മി നടിയാണ്, നർത്തകിയാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് അഭിനയവാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെയാണ് 10 വയസ്സുള്ള വീട്ടിൽ കൊടിമോളെന്ന് വിളിക്കുന്ന കവിത എന്ന പേരുള്ള കുട്ടി അഭിനയിക്കാൻ വരുന്നു. ആ കവിതയാണ് ഉർവശിയായിട്ട് വളർന്നത്. പിന്നീട് ഈ കവിതയുടെ ചേച്ചിയായ കലാരഞ്ജിനിയാണ് ഞാൻ സ്വന്തം തലത്തിൽ അവതരിപ്പിച്ചത്. അമ്മയുടെ അനിയത്തിയായിട്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ഇവരെ മാത്രമല്ല ഞാൻ സിനിമയിൽ അവതരിപ്പിച്ച സ്ത്രീകൾ ഇവർ മാത്രം. വേറൊരു നായികാണ്ടി അന്വേഷിച്ചു. ഞാൻ സിനിമയിൽ അവതരിപ്പിച്ചത് L. ഭൂമിനാഥൻ, സ്വതന്ത്ര എഡിറ്റർ, അസിസ്റ്റന്റ് എഡിറ്റർ, ഏറ്റവും വലിയ പടങ്ങളുടെ എഡിറ്ററാണ് L. ഭൂമിനാഥൻ. അദ്ദേഹം സ്വതന്ത്ര എഡിറ്ററാക്കി ഞാനാണ്. G. മുരളി, അദ്ദേഹത്തെ സ്വതന്ത്ര എഡിറ്ററാക്കി ഞാനാണ്. പുരുഷന്മാർ കൊമേഡിയനായിട്ട് ജഗതിയെ അവതരിപ്പിച്ച ഞാനാണ്. മണിയപ്പൻ രാജുവിനെ ആദ്യമായിട്ട് സിനിമ അവതരിപ്പിച്ച ഞാനാണ്. സുരേഷ് എന്ന തെലുങ്കിൽ പ്രശസ്തനായിരുന്ന സുരേഷ് എന്ന ക്യാമറമാനെ മാളികമണി എന്ന് പറഞ്ഞ സിനിമയുടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഞാനാണ്. ഈ താരമേധാവത്വം വളരെ ശക്തമായപ്പോൾ മാറ്റ എന്നൊരു സംഘടന ഉണ്ടായിരുന്നു. ഞാനും അതിൽ വളരെ സജീവ അംഗമായിരുന്നു, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിരുന്നു. മാറ്റ എന്നുള്ളത് നമ്മൾ അമ്മ എന്ന സംഘടന ഉള്ളതുപോലെ തന്നെ ടെക്നീഷ്യൻസിന് വേണ്ടിയുള്ള മലയാള സിനിമ എഴുത്തുകാർ, മ്യൂസിക് ഡയറക്ടേഴ്സ്, ക്യാമറാമാൻ,
എഡിറ്റേഴ്സ്, അങ്ങനെയുള്ള എല്ലാവരും പ്രൊഡക്ഷൻ മാനേജേഴ്സ് എല്ലാവരും ചെയ്യുന്ന സംഘടനയാണ് മാക്ട. നിങ്ങൾക്കറിയാം, അന്ന് ഒരു പ്രത്യേക സംവിധായകൻ അതിൻ്റെ പ്രസിഡന്റായിരിക്കുമ്പോൾ ആ സംവിധായകൻ്റെ, അതായത് സംവിധായകന്റെ പടത്തിൽ അഭിനയിച്ച പൃഥ്വിരാജിനെ അമ്മ വിലക്കി ഒരു വർഷം. അപ്പൊ അമ്മ തുടക്കത്തിൽ ചില അനീതികൾ ചെയ്തിട്ടുണ്ട് എന്ന് സമ്മതിക്കണം. എന്ന് മാത്രമല്ല, അമ്മയിലെ ശക്തരായ നടന്മാർ നടികളും മറ്റു കാര്യമില്ല, നടന്മാർ മാറ്റയെ തടർത്താൻ തീരുമാനിക്കുകയും അങ്ങനെ മാറ്റ പിളർന്ന് ഹെർക്ക ഉണ്ടാവുകയും ചെയ്തു. ഹെർക്ക ശരിക്കും പറഞ്ഞാൽ അമ്മയിലെ നേതാക്കളെ സൃഷ്ടിച്ചാണ്. ഞങ്ങൾ നേരത്തെ മാറ്റം സൃഷ്ടിച്ചാണ്. ടെക്നീഷ്യൻസിൽ അപ്പോഴേ ഉണ്ടായിരുന്നു. അതായത് ശ്രീകുമാരൻ നമ്പിയെ പോലുള്ള സംവിധായകരെ മാറ്റിയിട്ട് ഞങ്ങൾ പറയുന്ന സംവിധായകരെ വേണ്ടി ടെക്നിക്കൽ സംഘടന. അങ്ങനെ ഹെർക്കയും അവർ കൈപ്പിടിയിൽ ഒതുക്കിയെന്നുള്ള സത്യമാണ്, പരമമായ സത്യമാണ്. നമ്മുടെ പ്രധാന നമ്മുടെ നടന്മാരെ കുറിച്ച് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മുഴുവനും ജൂനിയർ ആർട്ടിസ്റ്റാണ്. എന്തുകൊണ്ട് ഒരു പ്രധാന നടി ആരോപണം ഉന്നയിച്ചില്ല? ഞാനൊക്കെ സിനിമ വരുന്ന കാലത്ത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് സംവിധാനത്തിന് മുമ്പിൽ പോകാൻ പറ്റില്ല, അവരറിയില്ല. കാരണം ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർ എന്നൊരു തസ്തികയുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർ പ്രധാന നടികന്മാരെ സംവിധാനം തീരുമാനിക്കും. ചെറിയ വേഷം കിട്ടുന്നവരെ ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർ കൊണ്ടുവരും. അത് ആ ജൂനിയർ ആർട്ടിസ്റ്റിന് സംവിധാനം കാണുന്നത് സെറ്റിലാണ്, അതിന് പകരം കാണുകയില്ല. കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞ നായിക നടിയെ കുറിച്ച് പറഞ്ഞ പൊന്നായിക നടിയാണെങ്കിൽ മനസ്സിലാക്കാം. ഈ ജൂനിയർ ആർട്ടിസ്റ്റും കാസ്റ്റിംഗ് കൗച്ചിട്ട് എന്താ ബന്ധം? ഒരു ബന്ധമില്ല. അതിപ്പോ പിന്നെ ഒരാൾക്കെതിരെ ആരും ഉന്നയിച്ച് മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് കണ്ടുപറഞ്ഞു, ഈ കുട്ടി ഈ സ്ത്രീ എന്തിനു മസ്കറ്റ് ഹോട്ടലിൽ പോയി? അത് പഴയ പ്ലേസ് അല്ലേ? ഒരാൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ ഒരു പെണ്ണ് പോകാൻ ധൈര്യപ്പെട്ട് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. ആ ഹോട്ടൽ അതിന് താമസം ഓടിച്ച് പീഡിപ്പിച്ചു കൊണ്ട് എന്താ പറ്റുള്ളൂ? സാധ്യത അറിയിട്ടല്ലേ പോയത്? അവസരം കിട്ടാൻ വേണ്ടി. അപ്പൊ ദാറ്റ് മീൻസ് അവര് അന്വേഷിച്ച് പോയതാണ്. സ്വാഭാവികമായിട്ട് അങ്ങനെ വെറുതെ കേൾക്കണം. അതൊരു വലിയ പ്രശ്നമാണ്. അത് ഇതിനോട് താരം ചെയ്യും. ഇപ്പൊ ഇത് പറഞ്ഞത് ഈ കാസ്റ്റിംഗ് പറയുന്നത് ഭാവന എന്ന നടിയെ പിന്നെ നമ്മളിപ്പോൾ ആരോഗ്യവിധേയനായിരിക്കുന്ന ഒരു വലിയ നടനാണ്, മനസ്സിലാക്കണം. അതിൽ ഇതും കൂടെ നിങ്ങൾ താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞ് കാരണം എന്നെ സംബന്ധിച്ചോളം ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഒരിക്കലും ഡയറക്ടർ എടുത്ത് വരാറില്ല. ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് കാണിപ്പോൾ നമുക്ക് ഒരു ഹോസ്പിറ്റൽ സീൻ ഷൂട്ട് ചെയ്യുന്നു, 4 നഴ്സസ് വേണം. ഇപ്പം നമ്മൾ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നഴ്സ് ബാക്കി കൂടെ നടന്നു പോകണം. അങ്ങനെയൊക്കെയുള്ള അവരാണ് ജൂനിയർ ആർട്ടിസ്റ്റ് പറയുന്നത്, ചെറിയ വേഷം ചെയ്യുന്നത്. അപ്പം അങ്ങനെ 4 നഴ്സ് വേഷം എനിക്ക് 4 സ്ത്രീകൾ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റോടെ പറയുന്നത്. ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു 10 സ്ത്രീകളെ കൊണ്ട് നിർത്തും ഷൂട്ടിംഗ് സമയത്ത്. ഷൂട്ടിംഗ് സ്റ്റുഡിയോയിലാണ് അവർ, സെറ്റിലാണ് അവർ വരിക. അപ്പം ഞാൻ അവരെ നോക്കിയിട്ട് മിക്കവാറും ഞാനായിരിക്കും എൻ്റെ അസോസിയേറ്റ് ആയിരിക്കും അവർ തീരുമാനിക്കുന്നത്. എൻ്റെ അസോസിയേറ്റ് ഞാൻ പറയാം, അവരെ ആ കുട്ടികളെ നോക്കി പറ്റിയ 4 പേരെ എടുക്കാൻ പറഞ്ഞാൽ അസോസിയേറ്റ് ഡയറക്ടറാണ് പോയി ഇവരിൽ നിന്ന് 4 പേര് തിരഞ്ഞെടുക്കുന്നത്. ഡയറക്ടർക്ക് ജൂനിയർ ആർട്ടിസ്റ്റുമായി ഡയറക്റ്റ് ഒരു സ്ട്രെയിറ്റ് റിലേഷൻഷിപ്പ് ആവശ്യമില്ല. പക്ഷെ ഇവിടെ ആരോപിച്ച് മുഴുവൻ ജൂനിയർ ആർട്ടിസ്റ്റാണ്. ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് നേരെ ഒരു പീഡന സംഭവം ഉണ്ടായാൽ അത് സ്ത്രീ എന്ന പരിഗണന വരില്ല, അവർ സ്ത്രീകളല്ലേ? ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് നേരെ ഒരു അതിക്രമം ഉണ്ടായാൽ അത് സ്ത്രീ എന്ന പരിഗണനയിൽ സ്ത്രീകൾക്ക് അതിക്രമം ആവില്ലേ? അവർ സ്ത്രീകളാവില്ലേ? നടിമാർ മാത്രമേ സ്ത്രീകളാവുള്ളൂ. ഞാൻ ഒരിക്കലും എതിർക്കുന്നില്ല. ഇവർ ചെയ്തു ശരിയാണെന്ന് ന്യായീകരിക്കുക തെറ്റ് തന്നെയാണ്. സിദ്ദിഖ് വിളിച്ചു വരുത്തിയ രീതി ശരിയാണോ?
അവസരത്തിന് വേണ്ടി ഒരിക്കലുമല്ല. ഒരിക്കലും ഞാൻ അതിനൊന്നും സപ്പോർട്ട് ചെയ്തില്ല. തെറ്റിദ്ധരിക്കേണ്ട. അല്ല, മാഷ് ആദ്യം പറഞ്ഞത് ആരെയും ഞാൻ സപ്പോർട്ട് ചെയ്തില്ല. ഞാൻ പറഞ്ഞ ഒറ്റ വാക്ക്, എന്തുകൊണ്ട് ഈ സ്ത്രീകൾ നമ്മുടെ ശ്രീരേഖ എന്ന് പറഞ്ഞാൽ ആ ബംഗാളികളെ ഒഴിച്ച് ബാക്കി എല്ലാ ജൂനിയർ ആർട്ടിസ്റ്റാണ്. അവരൊരു വലിയ കളിയാണ്, എനിക്കറിയാമത്. അവരൊരു വലിയ കളിയാണ്. ആ ബംഗാളി കളി മാത്രമാണ് നടി, നമ്മൾ അറിയപ്പെടുന്ന ഒരു നടി എന്ന് പറയുന്നത്. മറ്റേ ആരോപണം ഇൻഡസ്ട്രിക്ക് ജൂനിയർ ആർട്ടിസ്റ്റുകളാണ്. സാറേ, അറിയപ്പെടുന്ന നടി മാത്രമേ ഉള്ളൂ. സാധാരണ സ്ത്രീകൾക്കെതിരെയുള്ള പീഡനം ഉണ്ടായാലും പീഡനമല്ലേ? പീഡനമാണ് പറയുന്നു. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇവരെന്തിനാ ഈ ഒരു നടനെ അന്വേഷിക്കണം? അവർ സംവിധാനത്താണ് പോകേണ്ടത്. അവരെന്തിനു ചാൻസിന് നടനെടുത്ത് പോയി ഞാൻ ചോദിക്കുന്നത്. ശ്രദ്ധിക്ക് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? സംവിധായകർക്കെതിരെ ആരോപണം ഉയർന്നിട്ടുണ്ടല്ലോ. ചാർമിള പറഞ്ഞ ആരോപണം കേട്ടോ സാർ? നടി ചാർമിള പറഞ്ഞ ആരോപണം കേട്ടായിരുന്നോ സാർ? ഹരിയാന ഹരിയാൻ എൻ്റെ അടുത്ത സുഹൃത്താണ്. എനിക്ക് അങ്ങനെ ഒരു അറിവ് ഹരിയാനെ കുറിച്ചില്ല. എനിക്ക് പറയാൻ പറ്റുള്ളൂ. ചാർമിള പിന്നെ ഒരു പ്രശസ്ത ആക്ഷൻ ഹീറോയുടെ സ്നേഹത്തിലായിരുന്നു. അതിന് പോയി ആത്മഹത്യയിലൊക്കെ പോയല്ലേ. എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞില്ലേ, ആരോപണം ഉന്നയിച്ച ഒരു സ്ത്രീകളെ ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ എനിക്ക് അറിയാൻ വയ്യാത്ത ചില കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. എൻ്റെ കാലത്ത് ഇങ്ങനെയല്ല. കാരണം അഭിനയിക്കാൻ വേണ്ടി നിർമ്മാതാവിനെ സമീപിക്കേണ്ടത്. എന്നിട്ട് സിദ്ദിഖിനെ വിചാരിച്ചു ചോദിക്കുന്നത്, സിദ്ദിഖ് പണം എടുക്കുന്നുണ്ടോ? ഏത് അതവിടെ ഒരു പാർട്ട്ണർഷിപ്പിൽ പടമിട്ടുണ്ട്. മറ്റേ ഒരു ഫേമസ് പ്രൊഡ്യൂസർ ഒന്നും അല്ല. ഈസ് എൻ ആക്ടർ. അപ്പൊ എങ്ങനെയും സിനിമയിൽ കടന്നു കൂടണം എന്ന് വിചാരിക്കുകയും അതിനുവേണ്ടി പല വഴികളും തേടുകയും ചെയ്യുന്നവർക്ക് ഇത്തരം ചില അപകടങ്ങൾ ചാടേണ്ടി വരും. അത് സ്വാഭാവികമാണ്. അപ്പൊ അതിന് രക്ഷപ്പെടണം. അതിനെ അവർ പ്രിക്കോഷൻ എടുക്കണം. ഒരു നടൻ ഒരു ഓഫർ ചെയ്യാൻ നേരത്ത് സ്വാഭാവികമായിട്ട് താല്പര്യമുള്ള ഒരു ലേഡി അന്വേഷിച്ചു പോകുന്നത് എന്താണ് തെറ്റ്? അങ്ങനെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ആ സ്ത്രീയെ പീഡിപ്പിക്കണമെന്നുണ്ടോ? തെറ്റാണ്, സമ്മതിക്കുന്നത്. പക്ഷേ നടനെടുത്താണ് പോകേണ്ട ചാൻസ്. അതെന്നെ ചോദ്യം. സാറിന് നേരത്തെ പറഞ്ഞില്ലേ, നടന്മാരിപ്പം ഡയറക്ടർമാരെ സൃഷ്ടിച്ചു തുടങ്ങി. ഒരു നടീനെ സൃഷ്ടിക്കാനാണോ? സിദ്ദിഖ് അതിൽ എത്തിയിട്ടില്ല. ഒരിക്കലും ഇല്ല. സിദ്ദിഖിന്റെ പേരിൽ വന്നോളൂ. വലിയ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോ നമ്മൾ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് കുറച്ചു കാലം സുരേഷ് പോയി. ഇപ്പൊ ഏകലവ്യൻ, കമ്മീഷൻ തുടങ്ങിയ പടങ്ങളൊക്കെ വന്ന കാലത്ത് സുരേഷ് ഗോപിക്ക് മനസ്സിലായി, ഒന്ന് തോന്നി ഞാനും ഒരു സൂപ്പറാണ്. അങ്ങനെ 3 സൂപ്പർ സ്റ്റാർസ് ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞ് പിന്നെ സുരേഷ് ഗോപി പിൻവാങ്ങല്ല, പിന്തള്ളപ്പെട്ടു. അവൻ എൻ്റെ സൂപ്പർ സ്റ്റാർ സ്ഥാനത്ത് നിലകൊണ്ടു. ഞാൻ ചോദിക്കുന്നത്, ഏറ്റവും അധികം അംഗീകാരമുള്ള ഈ താരങ്ങളെ കുറിച്ച് ഏതെങ്കിലും നടി പരാതി പറയുന്നുണ്ടോ? ഗണേഷ് കുമാർ നമുക്ക് എല്ലാവർക്കും അറിയാം. മലയാള സിനിമയിൽ അഭിനയിക്കുന്ന ഗണേഷ് കുമാർ എല്ലാവർക്കും അറിയാം. ഗണേഷ് കുമാറിനെ കുറിച്ച് വളരെയധികം ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ സമയത്ത് ഏതെങ്കിലും നടി വന്നിട്ട് ഗണേഷ് കുമാറിനെ കുറിച്ച് പരാതി പറയുന്നുള്ളൂ? എന്തുകൊണ്ടില്ല? ഇതെല്ലാം നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഒരിക്കലും പീഡനത്തെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. തെറ്റാണ്. സിദ്ദിഖ് അങ്ങനെ ചെയ്തിട്ടുള്ളത് തെറ്റാണ്. മുകേഷ് ചെയ്തിട്ടുള്ളത് തെറ്റ് തന്നെയാണ്. 100% തെറ്റാണ്. അവരെ രക്ഷിക്കാമെന്നല്ല ഞാൻ വന്നിരിക്കുന്നു. പക്ഷേ കുറെ ജൂനിയർ ആർട്ടിസ്റ്റ് പറഞ്ഞ പരാതിയുടെ പേരിൽ മലയാള സിനിമയെ ഒന്നടങ്കം നശിപ്പിക്കാൻ ശ്രമിക്കരുത്. അത് മലയാള സിനിമയല്ല, മലയാള സിനിമയുടെ ക്രോസ് സെക്ഷൻ അല്ല. ഞാൻ പറയുമായിരുന്നു ഏതെങ്കിലും നടി ഇപ്പൊ തന്നെ WCC ഒരു കാര്യം മനസ്സിലാക്കാം. WCC രൂപവത്കരിച്ച അതിന്റെ നേതാക്കളെ മുഴുവൻ ഞാൻ അഭിനന്ദിക്കുന്നു. WCC ഞാൻ സപ്പോർട്ട് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാണ്. WCC രൂപീകരിക്കപ്പെട്ടപ്പോൾ ഞാൻ അന്ന് പോസ്റ്റ് ഇട്ടാണ് അഭിനന്ദിച്ചുകൊണ്ട്. അതുപോലെ ആദ്യമായിട്ടാണ് കേരള ഗവൺമെന്റാണ്, ഈ കേരള ഗവൺമെന്റ്, അതായത് മുഖ്യമന്ത്രി പിണറായിയും കഴിഞ്ഞ പ്രാവശ്യത്തെ സാംസ്കാരിക മന്ത്രി AK ബാലനുമാണ് ഈ WCCയുടെ വാദങ്ങൾ കേൾക്കുകയും ഒരു കമ്മീഷൻ ഏർപ്പാടുകയും ചെയ്തത്. അത് മനസ്സിലാക്കുക. ഹേമ കമ്മീഷൻ നിശ്ചയിച്ചത് ആ ഗവൺമെന്റാണ്. മുഖ്യമന്ത്രി ആദരണീയ പിണറായിയും സാംസ്കാരിക മന്ത്രി AK ബാലനുമാണ്. അപ്പോൾ അതിന് നമ്മൾ അഭിനന്ദിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട്
ഈ നടികൾക്ക് വേണ്ടി ഒരു കമ്മീഷൻ വെച്ചത് കേരള ഗവൺമെന്റാണ്. അത് നമ്മൾ അഭിനന്ദിക്കണം. മുഖ്യമന്ത്രി അഭിനന്ദിക്കണം, അന്നത്തെ സാംസ്കാരിക മന്ത്രി അഭിനന്ദിക്കണം. പിന്നെ ആ റിപ്പോർട്ട് വന്ന് 4.5 വർഷം എന്തുകൊണ്ട് ആ റിപ്പോർട്ട് പുറത്തെടുത്തില്ല എന്ന് ചോദിച്ചാൽ അത് അവരെ ഉത്തരം പറയേണ്ടത്. പുറത്തെടുക്കേണ്ടതായിരുന്നു, വൈകിപ്പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. 4.5 വർഷം അത് പുറത്തെടുക്കാതെ വെച്ചത് തെറ്റാണ്. അത് ആരെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയാണെന്നുള്ള അവർക്കറിയാം, എനിക്കറിയില്ല. ഇപ്പോഴത്തെ എൻ്റെ അഭിപ്രായം അതിലെ കമ്മീഷൻ എന്ത് പറഞ്ഞത് പൂർണ്ണമായി പുറത്തു വിടണമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഇല്ല. പക്ഷെ അങ്ങനെ ഒരു സിനിമയിൽ അങ്ങനെ ഒരു തസ്തികയുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർ എന്ന് പറയുന്ന ഒരു ടെക്നീഷ്യൻ ആയതും ആക്ടിൽ അംഗമാണ്. ഈ ജൂനിയർ ആർട്ടിസ്റ്റ് പണ്ട് എക്സ്ട്രാ എന്നാ പറഞ്ഞിരുന്നത്. എക്സ്ട്രാ അങ്ങനെ എക്സ്ട്രാ നടി എന്നാ പറഞ്ഞത്. എക്സ്ട്രാ നടി പറഞ്ഞിട്ട് കവിതയുണ്ട്. ഞാൻ സിനിമയിൽ ചേരുമ്പോൾ എക്സ്ട്രാ എന്നാ പറഞ്ഞത്. എക്സ്ട്രാ വന്നിട്ടുണ്ടോ ചോദിക്കുന്നത്. പിന്നീട് അവർ പരാതി പറഞ്ഞാണ് ജൂനിയർ ആർട്ടിസ്റ്റ് മാറ്റിയത്. ജൂനിയർ ആർട്ടിസ്റ്റ് കുറച്ച് ബഹുമാനമുള്ള നാമമാണ്, അത് മനസ്സിലാക്കുക. അതിന് എക്സ്ട്രാ തന്നെ വിളിച്ചത്. അപ്പം എൻ്റെ ഒരു ചോദ്യം, എന്തുകൊണ്ട് സ്ത്രീ പീഡനത്തിൽ നമ്മൾ പറയുന്നു അതിജീവിത ഒരു നടി അവരന്ന് പിന്നെ പോലീസ് പരാതി പറഞ്ഞത് എന്തുകൊണ്ടാണ്? അവർ അപമാനിക്കപ്പെട്ടതിന് ശേഷം അവർ നേരെ നടൻ ലാലിൻ്റെ വീട്ടിൽ വന്നു. അവിടെ MP മിസ്റ്റർ തോമസ് വന്നു. ആ തോമസിൻ്റെ സപ്പോർട്ടോടുകൂടിയാണ് ആ നടി പരാതി കൊടുത്തത്. പക്ഷെ എല്ലായ്പ്പോഴും എല്ലാ നടികൾക്കും അതിൻ്റെ അവസരം കിട്ടണമെന്നില്ല, പരാതി പറയാൻ കഴിയില്ല. ഇനി ഒരു കാര്യം, ശാരദ അഭിപ്രായം എല്ലാവരും കൂടെ കയറി യൂട്യൂബിൽ അവർ എതിർത്തിട്ടുണ്ട്. യൂട്യൂബ് എന്ന് പറയുന്നത് ഇപ്പം ആർക്കും ഏത് പട്ടിക്ക് കാട്ടിക്കാൻ പറ്റിയ കക്കൂസായിട്ട് മാറിയിട്ടുണ്ട്. ആർക്കും എന്ത് എഴുതാം, അതാണ് യൂട്യൂബിൻ്റെ അവസ്ഥ. പക്ഷെ ശാരദ പറഞ്ഞതിൽ കുറിച്ച് ചില സത്യങ്ങളുണ്ട്. അതായത് പണ്ടുകൊണ്ട് സ്ത്രീ പുരുഷന്മാർ ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലായിടത്തും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. നിങ്ങളുടെ കോടതിയിൽ മീഡിയയില്ല, വിശദീകരണം പോലും മീഡിയയിലില്ലേ, ചാനലുകളിൽ നടക്കുന്നില്ല. അപ്പം അതൊന്നും പുറത്തു വരില്ല. കാരണം നിങ്ങൾ പുറത്ത് വരുത്തുന്നത് നിങ്ങളാണ്. അപ്പം നിങ്ങളിലുള്ള സംഭവം പുറത്തു വരുത്തില്ല. സ്ത്രീയും പുരുഷനും ചേർന്ന് പ്രവർത്തിക്കുന്ന ഏത് മേഖലയിലും ഇത്തരം സംഭവം നടക്കാറുണ്ട്. സിനിമ മാദകത്വമുള്ള കൂടുതൽ ജനപിന്തുണയുള്ള കലാവേദി ആയതുകൊണ്ട് അതിന് കൂടുതൽ ശ്രദ്ധ കിട്ടുന്നു എന്നുള്ള സത്യം. അപ്പോൾ ഞാൻ പറയുന്നു, ഞാൻ പീഡനത്തെ ന്യായീകരിക്കുന്നില്ല. പിന്നെ ഇതിനൊരു മറുഭാഗം കൂടെ നിങ്ങൾ നോക്കണം. നിങ്ങൾ വിചാരിക്കും പുരുഷ മേധാവിത്വം എന്ന് പറയും. പുരുഷ മേധാവിത്വം ഉണ്ട്, ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞ 90-ന് മുമ്പുള്ള കാലഘട്ടം, ഞാനൊക്കെ സജീവമായ കാലഘട്ടത്തിൽ നായകനും തമ്മിലുള്ള പ്രതിഫലം വളരെ കുറവായിരുന്നു. വ്യത്യാസം നായകനും തമ്മിലുള്ള പ്രതിഫലങ്ങൾക്കിടയിലുള്ള വളരെ ചെറിയ ഒരു വ്യത്യാസമുണ്ടായി. ഇപ്പോൾ ഒരാൾ 25,000 നായകൻ മേടിച്ചാൽ 15,000 നായകൻ വായിക്കും. പിന്നെ 5 കോടി നായകൻ മേടിക്കുമ്പോൾ 10 ലക്ഷം പോലും നായകൻ കിട്ടുന്നില്ല. അത്ര വ്യത്യാസം ഉണ്ടാകും. പുരുഷ മേധാവിത്വം അവിടെയാണ് വന്നത്. ഇപ്പൊ നസീർ സാർ മേടിക്കുന്ന റെമ്യൂണറേഷൻ തൊട്ടടുത്ത റെമ്യൂണറേഷൻ ഷീല വാങ്ങിച്ചിരുന്നു. പിന്നെ അന്ന് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമുള്ള സിനിമ വന്നിരുന്നു. ആ ചിത്രത്തിൽ ഉയർന്നു നിൽക്കുന്ന ഷീലയാണ്. മോഹൻലാലും മമ്മൂട്ടിയും സൂപ്പർ താരങ്ങളായതിനു ശേഷം ഒരാൾ മെഗയാണ് കേട്ടോ, തെറ്റിപ്പോയി. ഒരാൾ മെഗ, ഒരാൾ സൂപ്പർ ഒക്കെ വന്നതിന് ശേഷം ഏതെങ്കിലും നായകനെ തോൽപ്പിക്കുന്ന കഥാപാത്രം അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ടോ മലയാളത്തിൽ? ഈ സത്യൻ മാസ്റ്റർ അഭിനയിച്ച അതുപോലൊരു കഥാപാത്രം, അതായത് നായകനൊരു സ്ത്രീയെ പീഡിപ്പിക്കുന്നു. ആ പീഡിപ്പിക്കേണ്ട സ്ത്രീ നാട് വിട്ടുപോയി തിരിച്ചൊരു വലിയ ധനാഢ്യയായി തിരിച്ചു വരുന്നു. എന്നിട്ട് അയാളോട് റിവഞ്ച് ചെയ്തു, പ്രതികാരം ചെയ്തു. ഇങ്ങനൊരു കഥയിൽ മോഹൻലാൽ മമ്മൂട്ടി അഭിനയിക്കുമോ? സത്യൻ മാസ്റ്ററുടെ ഉള്ളിൽ അതാണ് താരകഥാപാത്രം പറഞ്ഞത്, മാറിയതാണ്. അന്ന് സത്യൻ മാസ്റ്റർ ഏത് അഭിനയിക്കാൻ അവസരമുണ്ടെങ്കിൽ അത് സ്വീകരിക്കും. അത് ഷീല ആ ഡയലോഗ് പറയാൻ പാടില്ല, അതെനിക്ക് മോശമാണ്, എൻ്റെ ഇമേജിനെ ബാധിക്കും എന്ന് ഒരിക്കലും സത്യൻ മാസ്റ്റർ പറഞ്ഞിട്ടില്ല.
അനുഭവങ്ങൾ പാലിച്ചു നിൽക്കുന്ന സിനിമ നിങ്ങൾ കാണണം. സത്യൻ മാസ്റ്റർ നിറഞ്ഞു നിൽക്കുന്ന സിനിമയാണ് അനുഭവങ്ങൾ പാലിച്ചത്. അതിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഒരു ചെറിയ വേഷമാണ് നസീർ സാർ ഇരിക്കുന്നത്. പ്രേമചന്ദ്രൻ ഇരിക്കുന്ന ഒരു ചെറിയ വേഷം. സത്യൻ നിറഞ്ഞു നിൽക്കുന്ന ഈ പടത്തിൽ ഞാൻ അഭിനയിക്കുന്നില്ല നസീർ സാർ പറഞ്ഞില്ല. അന്നവര് സംവിധായകനും നിർമ്മാതാവും പറഞ്ഞത് വിശ്വസിച്ചു, അവരെ അനുസരിച്ചു. ഇന്നങ്ങനെയല്ല. ഇന്നിപ്പോൾ പുതിയ ഒരു കാലം വന്നിട്ടുണ്ട്. അത് പറയാം. ഇപ്പം മ്യൂസിക് ജോസഫോ ടോവിനോ തോമസോ അങ്ങനെയൊക്കെയുള്ള നടന്മാർ കുറെ വ്യത്യസ്തരാണ്. പുതിയ തലമുറ പാടിയിട്ടുള്ള എൻ്റെ വിശ്വാസം. കാരണം അങ്ങനെയുള്ളൊരു ഒരു പീഡന കഥകളൊന്നും ഇപ്പം കേൾക്കുന്നില്ല. പക്ഷേ ഈ ഞാൻ പറയുന്നത് സംവിധായകരെ ഞങ്ങൾ തീരുമാനിക്കുമെന്ന് താരങ്ങൾ പറഞ്ഞ ഒരു കാലഘട്ടം, അതവർ നടപ്പിലാക്കിയ കാലഘട്ടത്തെ വേണമെങ്കിൽ പവർ ഗ്രൂപ്പൊന്ന് വിളിക്കാം. പവർ ഗ്രൂപ്പിൻ്റെ കാലം അവർ സംവിധാനം തീരുമാനിച്ചു. അവർ സംവിധാനം ചെയ്യുന്ന അവർ തീരുമാനിക്കുന്ന സംവിധാനം കൊടുത്ത് ശ്രീകുമാരനെ കൊണ്ട് ഉൾപ്പെടുകയില്ല. കാരണം ഞങ്ങൾ അച്ചടക്കത്തിൽ വിശ്വസിക്കുന്നവരാണ്. സംവിധാനമാണ് വലുതെന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച ഒരൊറ്റ ചോദ്യം, ഇപ്പൊ നമ്മൾ WCC എന്ന സംഘടനകളെ WCC പെട്ട 2-3 നടികളോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ സൂപ്പർ താരങ്ങൾ. അവരാരെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ? സ്ത്രീ പീഡന പരാതി പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഇപ്പൊ നമ്മൾ പരാതി ഉന്നയിക്കപ്പെട്ടുള്ള ജൂനിയർ ആർട്ടിസ്റ്റ് ചെറുതായി കാണുന്നില്ല. അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ഞാൻ ചോദിക്കുന്നത് അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ഇപ്പോഴത്തെ ആൾക്കാർ ഏതെങ്കിലും വഴി സ്വീകരിക്കുക, എങ്ങനെയെങ്കിലും ഒരു റോൾ കിട്ടിയാൽ മതി എന്ന് സ്വീകരിക്കുമ്പോൾ അപകടങ്ങളുണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു. താരാധിപത്യമാണോ മലയാള സിനിമയെ ഇത്രത്തോളം ദോഷകരമായി ബാധിച്ചത്? താരാധിപത്യമാണോ മലയാള സിനിമയെ ദോഷകരമായി ബാധിച്ചത്? തീർച്ചയായും മലയാള സിനിമയെ തകർത്തത് താരാധിപത്യമാണ്. കാരണം 2-3 വ്യക്തികളിലേക്ക് സിനിമ ഒതുങ്ങിപ്പോയി. എന്നെ പോലെ ഒരു വർഷം 2 പടം ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ പുറത്തായി. എന്നുവെച്ചാൽ ഒരു കാലഘട്ടത്തിൽ തിയേറ്ററുകൾ, ഞാൻ നിർമ്മാതാവാണ്, 74 നിർമ്മാതാവാണ്. തിയേറ്ററുകൾ പറയുന്നത് സാറല്ലേ മമ്മൂട്ടിയെ പോലെ ആദ്യം സാധിച്ചാലേ അവരുടെ ഡേറ്റ് വിളിച്ച് സാറേ മമ്മൂട്ടി പോലെ പടം വേണ്ടാന്ന് തിയേറ്റർ പറഞ്ഞൊരു കാലഘട്ടമുണ്ട്. മോഹൻലാൽ നായകനായിട്ട് അഭിനയിക്കുന്ന പടത്തിന് തിരുവനന്തപുരത്തെ തിയേറ്റർ ഉടമ 50 ലക്ഷം അഡ്വാൻസ് കൊടുക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. 50 ലക്ഷം അഡ്വാൻസ് കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് നിർമ്മാതാവ് അതല്ലേ എങ്ങനെയെങ്കിലും അങ്ങനെ ഡേറ്റ് പിടിക്കാൻ ആഗ്രഹിക്കുക. അപ്പോൾ ഒരു തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന അഡ്വാൻസ് തന്നെ നിർമ്മാണത്തിൻ്റെ പകുതിയാവും. അപ്പോൾ സിനിമ തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആ ചെലവിൻ്റെ പകുതി നമുക്ക് തിയേറ്ററിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിക്കാം. അങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നസീറും മോഹൻലാലിനും മമ്മൂട്ടിക്കും അവർ നായകന്മാരാണെങ്കിൽ ആ ചിത്രത്തിന് 50 ലക്ഷം രൂപ വരെ വലിയ തിയേറ്ററുകൾ, പ്രധാന നഗരങ്ങളിലെ തിയേറ്റർ അഡ്വാൻസ് കൊടുക്കുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല. അതുകൊണ്ടാണ് മമ്മൂട്ടി സ്വന്തം പണം കൊടുക്കുന്നത്. ബഡ്ജറ്റ് കൂടും. അത് ബഡ്ജറ്റ് കാര്യത്തിൽ ഞാൻ ക്ലിയറായിട്ട് പറയാം. കാരണം എനിക്ക് എന്നെ പോലെ കണക്ക് പറയാൻ പലർക്കും പറ്റില്ല. ഞാൻ പ്രൊഡ്യൂസർ ഡയറക്ടർ ആയിട്ടാണ്. അതായത് ചന്ദ്രകാന്ത് എന്ന സിനിമ ഞാൻ തുറന്നു. എൻ്റെ ആദ്യത്തെ സിനിമയിൽ നിങ്ങളൊക്കെ പഠിക്കാൻ, നിങ്ങൾ മാധ്യമ പ്രവർത്തകർ നിങ്ങളൊക്കെ പഠിക്കേണ്ടതെന്ന് പറയാം. ഞാൻ ചന്ദ്രകാന്ത് എടുക്കുമ്പോൾ ചന്ദ്രകാന്തത്തിൻ്റെ മൊത്തം ചെലവ് 2.25 ലക്ഷം രൂപയാണ്. 2.25 ലക്ഷം രൂപ. ഈ 2.25 ലക്ഷം രൂപ 1974 അന്ന് സ്വർണ്ണത്തിന് വില വളരെ കുറവാണ്. സ്വർണ്ണത്തിന് 300 രൂപ പവന്. അപ്പൊ അന്ന് അതിന് പ്രേംനസീർ വാങ്ങിച്ച പ്രതിമ 25,000 രൂപയാണ്. 25,000 രൂപ. അതായത് അന്നത്തെ നായകൻ, അന്നത്തെ സൂപ്പർ താരം, അങ്ങനെ പറയാമെങ്കിൽ അന്നത്തെ സൂപ്പർ താരം ഒരു ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ 10-1 പ്രതിഫലം വാങ്ങിച്ചത്. 10-1. ഇന്നത്തെ ഞാൻ പറഞ്ഞ ഈ മമ്മൂട്ടി മോഹൻലാലും നിർമ്മാണ ചെലവിനെ കുറിച്ച് നോക്കുന്നില്ല. അവർ മേടിക്കുന്ന പ്രതിഫലം ഈ മുടക്കുമുതലിന്റെ 3-1 2-1 ആയിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് ആരെ ബാധിക്കുന്നത്? വ്യവസായത്തെ ബാധിക്കും, നിർമ്മാതാവിനെ ബാധിക്കും, വ്യവസായത്തെ ബാധിക്കും. അവർ കോടീശ്വരന്മാരാകും, പക്ഷെ നിർമ്മാതാവ് തകരും. 26 പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇപ്പോഴും തരവാനില്ല. പക്ഷെ നടനായിരുന്നതിന് കോടീശ്വരനായിരുന്നേനെ. അപ്പൊ അതുകൊണ്ട് ഈ മലയാള സിനിമയെ
തകർത്തത് താര മേധാവിത്വം തന്നെയാണ്. പക്ഷേ ആ താര മേധാവിത്വം തകർന്നു തുടങ്ങിയിരിക്കുന്നു. ഇനിയും പവർ ഗ്രൂപ്പൊന്നും ഉണ്ടാവില്ല. പ്രയാസം. കാരണം 2 പേരിലേക്ക് അല്ല 3 പേരിലേക്ക് ഒരു ഇൻഡസ്ട്രി കേന്ദ്രീകരിക്കപ്പെടുന്ന അവസ്ഥ ഇല്ലാതായി. പിന്നെ അനവധി നായകന്മാരായി. ഭാര്യയുടെ തല്ലുകൊള്ള തയ്യാറായ ഇപ്പോൾ ഭാര്യയുടെ തല്ലുകൊള്ളുന്ന കഥാപാത്രം അഭിനയിക്കാൻ തയ്യാറായ ബേസിൽ ജോസഫ് ഇപ്പോഴത്തെ നായകന്മാർ. ആ റോഡ് മമ്മൂട്ടി മോഹൻലാൽ അഭിനയിക്കുമോ? ഭാര്യ എഴുതിട്ട് ചവിട്ടുന്നു. കരാട്ടെ വെച്ചാൽ ഭാര്യ എഴുതിട്ട് ചവിട്ടുന്നു ഭർത്താവിന്. ജയ് ഭോയുടെ സിനിമയിൽ അത് അഭിനയിക്കുന്ന ബേസിൽ ജോസഫ്. ആ ബേസിൽ ജോസഫാണ് പിന്നെ കൊണ്ട് സംവിധാനം എന്ന് പറഞ്ഞത്. അത്ര മിടുക്കന്മാർ വന്നു.